വരുവിൻ വണങ്ങി നമസ്കരിപ്പിൻ, ഒരുമിച്ചുണർന്നു പുകഴ്ത്തിടുവിൻ. വരുവിൻ വണങ്ങി നമസ്കരിപ്പിൻ, ഒരുമിച്ചുണർന്നു പുകഴ്ത്തിടുവിൻ. ബലവും ബഹുമാനമാകവേ ആകവേ തിരുമുമ്പിൽ അർപ്പിച്ചു വീഴുവിൻ വീഴുവിൻ. തിരുനാമമെന്നേക്കും വാഴ്ത്തുവിൻ. ആയിരങ്ങളിൽ സുന്ദരൻ വന്ദിതൻ, ആരിലും ഉന്നതൻ ക്രിസ്തു. ഇപ്പോൾ നാം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് മോർണിംഗ് വോയ്സ് എന്ന ആത്മീയ ശുശ്രൂഷ. ഇന്ന് ഇയ്യോബിൻ്റെ പുസ്തകത്തിൽ നിന്നും കർത്താവിൻ്റെ ദാസൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ധ്യാനചിന്തകൾ പങ്കുവയ്ക്കുന്നു. ഇയ്യോബിൻ്റെ പുസ്തകം 27-ാം അധ്യായം. ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാലും. ഇയ്യോബ് തൻ്റെ സുഭാഷിതം തുടർന്ന് ചൊല്ലിയെന്തെന്നാൽ, എൻ്റെ ന്യായം നീക്കിക്കളഞ്ഞ ദൈവത്താണേ, എനിക്ക് മനോവ്യസനം വരുത്തിയ സർവശക്തനാണേ. എൻ്റെ പ്രാണൻ മുഴുവനും എന്നിലും ദൈവത്തിൻ്റെ ശ്വാസം എൻ്റെ മൂക്കിലും ഉണ്ടല്ലോ. എൻ്റെ അധരം നീതികേട് സംസാരിക്കയില്ല, എൻ്റെ നാവ് വ്യാജം ഉച്ചരിക്കയില്ല. നിങ്ങളുടെ വാദം ഞാൻ ഒരു നാൾ സമ്മതിക്കയില്ല, മരിക്കോളം എൻ്റെ നിഷ്കളങ്കത്വം ഉപേക്ഷിക്കുകയുമില്ല. എൻ്റെ നീതി ഞാൻ വിടാതെ മുറുകെ പിടിക്കുന്നു, എൻ്റെ ഹൃദയം എൻ്റെ നാളുകളിൽ ഒന്നിനെയും ആക്ഷേപിക്കുന്നില്ല. എൻ്റെ ശത്രു ദുഷ്ടനെപ്പോലെയും എൻ്റെ എതിരാളി നീതികെട്ടവനെപ്പോലെയും ആകട്ടെ. ദൈവം വഷളനെ ഛേദിച്ച് അവൻ്റെ പ്രാണനെ എടുത്തു കളഞ്ഞാൽ അവന് എന്ത് പ്രത്യാശ ശേഷിപ്പുള്ളൂ? അവന് കഷ്ടത വരുമ്പോൾ ദൈവം അവൻ്റെ നിലവിളി കേൾക്കുമോ? അവൻ സർവശക്തനിൽ ആനന്ദിക്കുമോ? എല്ലാ കാലത്തും ദൈവത്തെ വിളിച്ചപേക്ഷിക്കുമോ? ദൈവത്തിൻ്റെ കയ്യെക്കുറിച്ച് ഞാൻ നിങ്ങളെ ഉപദേശിക്കും, സർവശക്തൻ്റെ ആന്തരം ഞാൻ മറച്ച് വയ്ക്കയില്ല. നിങ്ങളെല്ലാവരും അത് കണ്ടിരിക്കുന്നു. നിങ്ങൾ വ്യർത്ഥബുദ്ധികളായിരിക്കുന്നതെന്ത്? ഇത് ദുർജനത്തിന് ദൈവത്തിൻ്റെ പക്കലുള്ള ഓഹരിയും നിഷ്ഠൂരന്മാർ സർവശക്തങ്കിൽ നിന്ന് പ്രാപിക്കുന്ന അവകാശവും തന്നെ. അവൻ്റെ മക്കൾ പെരുകിയാൽ അത് വാളിനായിട്ടത്രേ. അവൻ്റെ സന്തതി അപ്പം തിന്ന് തൃപ്തരാകയില്ല. അവനെ ശേഷിച്ചവർ മഹാമാരിയാൽ കുഴിയിലാകും. അവൻ്റെ വിധവന്മാർ വിലപിക്കുകയും ഇല്ല. അവൻ പൊടി പോലെ വെള്ളി സ്വരൂപിച്ചാലും മണ്ണുപോലെ വസ്ത്രം സമ്പാദിച്ചാലും അവൻ സമ്പാദിച്ചു എന്നേ ഉള്ളൂ, നീതിമാനത് ഉടുക്കും. കുറ്റമില്ലാത്തവൻ വെള്ളി പങ്കിടും. ചിലന്തിയെപ്പോലെ അവൻ വീട് പണിയുന്നു, കാവൽക്കാരൻ മാടം കെട്ടുന്നത് പോലെ തന്നെ. അവൻ ധനവാനായി കിടക്കുന്നു, പിന്നെ അങ്ങനെ ചെയ്യുകയില്ല. അവൻ കണ്ണ് തുറക്കുന്നു, ഇല്ലാതെയാവുന്നു. വെള്ളം പോലെ ഭയം അവനെ പിടിക്കുന്നു. രാത്രിയിൽ കൊടുങ്കാറ്റവനെ കവർന്നു കൊണ്ടുപോകുന്നു. കിഴക്കക്കാറ്റവനെ പിടിച്ചിട്ട് അവൻ പൊയ്പോകുന്നു. അവൻ്റെ സ്ഥലത്തു നിന്നും അത് അവനെ പാറ്റിക്കളയുന്നു. ദൈവം ആദരിയാതെ അവനെ എയ്യുന്നു. തൃക്കൈയിൽ നിന്ന് ചാടിപ്പോകുവാൻ അവൻ നോക്കുന്നു. മനുഷ്യർ അവൻ്റെ നേരെ കൈ കൊട്ടും. അവൻ്റെ സ്ഥലത്തു നിന്ന് അവനെ വിരട്ടി പുറത്താക്കും. ശൂഹനായ ബിൽദാദിൻ്റെ 3-ാം പ്രതിവാദമായിരുന്നു 25-ാം അധ്യായം എന്ന് നാം കണ്ടു. അത് ഏറ്റവും ചെറിയ അധ്യായമാണ്, 6 വാക്യം. അതിന് ഇയ്യോബിൻ്റെ മറുപടി 6 അധ്യായങ്ങളിലായി 161 വാക്യങ്ങളാണ്. ഭൂമിയിൽ വച്ച് ഒരു മനുഷ്യനും താൻ നീതിമാനും ഭക്തനും നേരുള്ളവനും എന്ന് പറയാൻ കഴിയുകയില്ലെന്നും ഇയ്യോബിൻ്റെ ഏതോ രഹസ്യപാപത്തിൻ്റെ ശിക്ഷയാണ് അനുഭവിക്കുന്നതെന്നുമാണ് ബിൽദാദ് പറഞ്ഞ് വച്ചത്. എന്നാൽ തൻ്റെ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇയ്യോബ് സമർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നത് ഭൂമിയിൽ മനുഷ്യനെ നീതീകരിക്കുകയും ശുദ്ധീകരിക്കുകയും ചെയ്യാൻ ദൈവത്തിന് കഴിയും. ആ ദൈവത്തിൻ്റെ ഭക്തനാണ് താൻ. ആ ഭക്തി ഒരിക്കലും ഞാൻ ഉപേക്ഷിക്കുകയില്ല, ആ നീതി ഒരിക്കലും ഞാൻ ഉപേക്ഷിക്കുകയില്ല. കാരണം ഞാൻ ദൈവസാന്നിധ്യം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു.
എന്നാൽ ഭക്തിയുടെ പ്രത്യക്ഷ തെളിവല്ല സ്വത്തും ആരോഗ്യവും മക്കളും. അതൊക്കെ ഏറി കുറഞ്ഞു വിരിക്കും. കഷ്ടനഷ്ടങ്ങൾ വന്നതിൻ്റെ പേരിൽ ഒരു ഭക്തൻ ദൈവത്തെ ത്യജിക്കയില്ല എന്നാണ് 4-ാം വാക്യം. മരിക്കുന്നതുവരെ ഭക്തി മുറുകെ പിടിക്കുമെന്നാണ് 6-ാം വാക്യത്തിൽ ഇയ്യോബ് ദൃഢനിശ്ചയം ചെയ്യുന്നത്. ഇയ്യോബ് ദൈവത്തെ മറന്നു ചെയ്ത ഒരു കാര്യവും തൻ്റെ ചരിത്രത്തിൽ ഇല്ല എന്നതിൽ ഉറച്ചിരിക്കുകയാണ്. അതിനാൽ ഇത് ശിക്ഷയല്ല, ഇതൊക്കെ ദൈവത്തിൻ്റെ പരീക്ഷകളാണ്. കാരണം ഇയ്യോബിൻ്റെ വിശ്വാസത്തെയും പ്രത്യാശയെയും കെടുത്തിക്കളയാൻ ഭൗതിക നഷ്ടങ്ങൾക്ക് സാധിച്ചിട്ടില്ല. ദൈവസാന്നിധ്യം ഇയ്യോബ് സുഖകാലത്തെന്ന പോലെ ഈ കഷ്ടകാലത്തും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാൽ അഭക്തരുടെ അവസ്ഥ അതല്ല. അവർക്ക് നഷ്ടം വന്നാൽ അവർ നിരാശരായി ദൈവത്തെ തള്ളിപ്പറയും, ആത്മഹത്യ ചെയ്യാൻ ചിലപ്പോൾ ശ്രമിക്കും. അതിനാൽ ദൈവം അവരെ ഭൂമിയിൽ തന്നെ ശിക്ഷിക്കും, അവരെയും അവരുടെ മക്കളെയും. മരണശേഷവും ശിക്ഷിക്കുമെന്നുള്ളത് പറയേണ്ടതില്ലല്ലോ. ദൈവഭക്തിയുടെ പ്രതിഫലം ഭൗതിക നന്മകളല്ല എന്നുള്ളത് തെളിയിക്കാനാണ് ഇയ്യോബ് ദീർഘമായി പ്രതിവാദം പറയുന്നത്. യേശു പറഞ്ഞു, ഒരുവന് സമൃദ്ധി ഉണ്ടായാലും അവൻ്റെ വസ്തുവകയല്ല അവൻ്റെ ജീവൻ്റെ ആധാരം. ഒരാൾക്ക് സുഖവും സമൃദ്ധിയും ഉള്ളത് കണ്ട് അയാൾ ഭക്തനാണ് എന്ന് വിലയിരുത്താൻ പാടില്ല. ലാസറിൻ്റെ ഉദാഹരണത്തിലൂടെ യേശു അത് തെളിയിച്ചു. ലാസർ എന്ന ഭക്തന് വീടില്ലായിരുന്നു, ഭാര്യയില്ലായിരുന്നു, മക്കളില്ലായിരുന്നു, നല്ല വസ്ത്രമില്ലായിരുന്നു, ഭക്ഷണമില്ലായിരുന്നു, അദ്ദേഹത്തെ ശുശ്രൂഷിപ്പാൻ ആരും ഇല്ലായിരുന്നു. എന്നാൽ അദ്ദേഹം തൻ്റെ ഭക്തി ഉപേക്ഷിച്ചില്ല. അത് മുറുകെ പിടിച്ചുകൊണ്ട് ജീവിച്ചു. തക്ക സമയത്ത് അദ്ദേഹം മരണപ്പെട്ടു, ദൈവസന്നിധിയിലേക്ക് മാറ്റപ്പെട്ടു. അവിടെ ഉന്നതമായ സ്ഥാനം അദ്ദേഹത്തിന് ലഭിക്കുകയാണ്. ഇവിടെയല്ല നമ്മുടെ പ്രതിഫലം. കർത്താവ് പറഞ്ഞു, കൂലി എൻ്റെ പക്കലുണ്ട്, പ്രതിഫലം എൻ്റെ കയ്യിലുണ്ട്. അതുകൊണ്ട് ഈ ആയുസ്സിലല്ല നമ്മുടെ പ്രത്യാശ. നമ്മുടെ കർത്താവ് വരും, അപ്പോൾ കാര്യങ്ങൾക്കൊക്കെ വ്യത്യാസം ഉണ്ടാകും. തീർച്ചയായിട്ടും ആ പ്രത്യാശ കൊണ്ട് നമുക്ക് നിറയാം. ഇയ്യോബിനെക്കുറിച്ചുള്ള ഈ പഠനം അതിന് നമ്മെ സഹായിക്കട്ടെ. കർത്താവിൻ്റെ വിലയേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.